ഹലോ ഗൈസ്, നമ്മളിന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മുടെ എക്സ്പ്രസ് സ്റ്റേഷനിൽ നിന്നാണ്. എപ്പോൾ എക്സ്പ്രസ് സ്റ്റേഷനിൽ ചെന്നാലും നമുക്ക് കുട്ടൻ ബിരിയാണി കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കുട്ടൻ ബിരിയാണി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം പപ്പടവും അച്ചാറും സാലഡും റൈസ് നമ്മൾ ചോദിക്കുന്ന അത്രയും തരും കേട്ടോ അവർ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അവിടെ നേരെ ധനാമാളിലോട്ട് പോയിട്ടോ. അവിടെ നമുക്ക് റെഡ് ടാഗിലും റെഡിലൊക്കെ കയറാനുണ്ടായിരുന്നു. ഇതുകൊണ്ടൊരു പണിയുണ്ട് ഗൈസ്, നമുക്ക് വഴിയെ കാണാം. ഈ യോഗട്ട് ഇങ്ങനത്തെ ഫ്ലേവേർഡ് യോഗട്ട് ഇഷ്ടമുള്ളവർ ആരാണെന്ന് പറയട്ടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതും പിന്നെ ബ്ലൂബെറി. ധനാമാളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ബുധയിലുള്ള സൽമാൻ സിറ്റിയിലോട്ടാണ് കേട്ടോ പോണേ. അങ്ങോട്ട് പോകുമ്പോൾ ആ വഴി കാണാൻ നല്ല രസമാണ്. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫീലായിരുന്നു കേട്ടോ അതിലൂടെ ഇങ്ങനെ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ നല്ല വൈബാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കാനായിട്ട് കാറ്റൊക്കെ കൊണ്ട് നല്ല അടിപൊളിയാണ്. ഞങ്ങൾ കുറച്ച് നേരം പന്തൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ നേരത്തെ ലേസിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് വഴിയെ കാണാം എന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് കേട്ടോ സംഭവം. നമ്മുടെ US-ലൊക്കെ ചിപ്സിൻ്റെ പാക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ മീറ്റൊക്കെ ഫില്ല് ചെയ്ത് തരില്ലേ, അതേപോലത്തെ ഒരു സംഭവമായിരുന്നേ. നമ്മുടെ ലേസിൻ്റെ പാക്കറ്റ് എടുത്തതിന് അവർ ഷവർമയുടെ ഫില്ലിങ്സ് ഇട്ടിട്ട് നമുക്ക് തരും. നല്ല ടേസ്റ്റ് പ്രതീക്ഷിച്ചാണ് നമ്മളവിടെ പോയത്. ചിപ്സിൻ്റെ ആണോ എന്തോ നമുക്കറിയില്ല. പിന്നെ അവർ ഫില്ലിങ്സ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിക്കൻ നമ്മൾ രണ്ടാമത് മേടിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നേ. കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ചിക്കൻ അതിൽ കുറവാണെന്നുള്ളത്. അപ്പോൾ ഇക്ക അവിടെ നിന്ന് ചോദിച്ച് ചിക്കനൊക്കെ മേടിച്ച് നമ്മളതിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിച്ച് നമ്മുടെ വയറിൽ എവിടെയും എത്താതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ സനദിലുള്ള ന്യൂക്യൂ റെസ്റ്റോറൻറ്റിൽ പോയിട്ടോ. അവിടെ ചെന്നിട്ട് നമ്മൾ അൽഫാം ഓർഡർ ചെയ്തു. അൽഫാം കിട്ടി, പക്ഷെ നമുക്ക് തിന്നാനുള്ള പ്ലേറ്റ് അവർ തന്നില്ല ഗൈസ്. അവിടെ ഡെലിവറി മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തിനാണ് ഡൈനിങ് ഉള്ളതെന്ന് എനിക്കറിയില്ല. ഡൈനിങ് ഉണ്ട്, പക്ഷെ പ്ലേറ്റ് ഇല്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദുരന്തങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഈ ആഴ്ചത്തെ ദുരന്തങ്ങൾ. ഇനി അടുത്ത ആഴ്ച അടുത്ത ദുരന്തങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.